പോലീസ് സൂപ്പറിന്റെ വീട്ടിലേക്ക് ഒരു മാല പൊട്ടിക്കൂലടാ. എസ് ഐ തോമസ് ഹിയർ. ഗുഡ് മോർണിംഗ് സാർ. പ്രതി കുറ്റം സമ്മതിച്ചു സാർ. ഇന്ന് രാവിലെ തുടങ്ങിയ ഇടി ഇപ്പോഴും നിർത്തിയിട്ടില്ല. ഇനി 20 സാധനം കൂടെ കിട്ടിയാൽ മതി സാർ. മാല മോഷണം പോയിട്ടില്ലെന്നോ? കുളിമുറിന്ന് കിട്ടിയെന്നോ? സോറി സാർ. വിട്ടേക്കാം സാർ. ഇപ്പൊ തന്നെ വിട്ടേക്കാം. ഓക്കെ സാർ. ഓക്കെ ഓക്കെ സാർ. ജോൺ സാർ, പിന്നെ വയറു നിറച്ച് ആഹാരം വാങ്ങിച്ചു കൊടുത്ത് പറഞ്ഞു വിട്. ഓടാ ഓടാ അടക്കെ. തോമാച്ച എടാ പപ്പനാവാ. അപ്പോ ഞാൻ വിളിച്ചാ നീ വരും അല്ലേ? എസ് ഐ മാരല്ലേ, വിളിച്ചാൽ വരാതിരിക്കാൻ പറ്റുമോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിന്റെ ഇടിയും തൊഴിയെ കഴിഞ്ഞോ? ഊരാതെ ഊരാതെ ഊരാതെ. ആ വീട്ടിലേക്ക് പോ. ഇവിടെ നിന്ന് സംസാരിച്ചാൽ ശരിയാകില്ല. ആ നിന്റെ പെട്ടിയും കിടക്കൊക്കെ എന്ത് ചെയ്യും? പുറത്തൊരു ഏമാനെ ഏൽപ്പിച്ചിരിക്കുക. ആ വാ. അമ്മു, എന്താ ഈ പെണ്ണ് ചെയ്തോണ്ടിരിക്കുന്നത്? ഓ പെണ്ണിന്റെ ഒരു കിനാവേ. ആ കുരുത്തം കെട്ട ചെറുക്കൻ പുറപ്പെട്ടു പോയതാണോടി? പപ്പേട്ടൻ ജോലി അന്വേഷിച്ചു പോയതാ പട്ടണത്തില്. ഓലക്കാര് മൂട്. ആ എരണം കെട്ടവന് ആരാടി ജോലി കൊടുക്കാൻ പോണത്? എന്തിനാ മുത്തശ്ശി പപ്പേട്ടന് വെറുതെ ഓരോന്ന് പറയുന്നത്? പപ്പേട്ടന് മുത്തശ്ശിയുടെ ചെറുമോൻ തന്നല്ലേ? അതായിരുന്നു എന്റെ പേടി. ആ മുതുക്കൻ തന്തേരെ തനി സ്വഭാവം തന്നെ പപ്പന്. ഇനി മുത്തശ്ശനെ കുറിച്ചായി എന്താടി പറഞ്ഞാല്? എന്റെ കഴുത്തിൽ താലി കെട്ടിയ ആളല്ലേ നിന്റെ പുന്നാര മുത്തശ്ശൻ. ഓ അയാള് ചെറുപ്പത്തിലെ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊന്നും നിനക്കറിയില്ല. അയ്യേ, എന്തൊക്കെ പറയുന്നു ഈ മുത്തശ്ശി? ഓ ഒരു നാണക്കാരി. ഞാൻ കൊറേ കണ്ടിട്ട് നീ അവനായുള്ള കളിയും ചിരിയൊക്കെ. ഭഗവതി എങ്ങോട്ടായാലും വേണ്ടില്ല, അവനിവിടുന്ന് കെട്ടിയെടുത്തത് നന്നായി. മനുഷ്യന്റെ ആദ്യം നടക്കാലോ. ഇനി പപ്പേട്ടനെ കൊണ്ട് മുത്തശ്ശിക്ക് എന്താ ഇത്ര ദണ്ണം? അമ്പടി വയസ്സായ എനിക്കാ ദണ്ണം. എടി നിന്റെ ഈ പ്രായം കഴിഞ്ഞല്ലടി ഞാൻ ഇതുവരെ എത്തിയത്. മുത്തശ്ശിക്ക് വേറൊന്നും പറയാനില്ലേ? പെണ്ണേ, വെടിമരുന്ന് നിന്റെ കയ്യിലിരിക്കുന്നത്. ചൂട്ടുകൊണ്ട് അടുത്തുകൂടെ പോയാ മതി തീ ആളി പിടിക്കാൻ. നിന്റെ ഇളക്കൊക്കെ നിർത്തിക്കേ പെണ്ണേ. അമ്മ എന്തിനാ ഈ വായി തോന്നിയതൊക്കെ അവളോട് പറയുന്നേ? മോളെ, അകത്ത് പോയിരുന്നെല്ലാം പഠിക്കാൻ നോക്ക്. എഴുന്നേറ്റ് പൊടി ഇരുന്ന് കിണ്ണാണം കേൾക്കാതെ. ഓ പെണ്ണിനൊരു ചന്തം വെച്ചല്ലേടി. എന്റെ കണ്ണടയുന്നതിന് മുമ്പ് അവൾ ആർക്കെങ്കിലും ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി. ഓ അമ്മയുടെ കണ്ണ് എപ്പോഴൊന്നും അടയാൻ പോകുന്നില്ല. പെരുമ്പിലാവിലെ അമ്മൂന് ഒരു തറവാട്ടുകാരൻ സംബന്ധം വെച്ചു. നാട്ടുകാരങ്ങോട്ട് കുശുമ്പ് കുത്തട്ടീ. അവനൊരു കേമൻ തന്നെ ആയിരിക്കണം. അമ്മയുടെ ഒരു കാര്യം വയസ്സ് കാലത്ത് നീ പൊടി അവിടുന്ന്. എന്താ സാർ? ഞാൻ UDC കാത്തു നിൽക്കുകയായിരുന്നു. അയ്യോ എന്നെയോ? കുമാരി പേടിക്കാതെ, എന്റെ സ്വഭാവം അറിയാലോ. ഉത്തരവാദിത്തങ്ങൾ ബാക്കി വന്നാൽ എനിക്ക് ആകെ ഒരു വിഷമം. ഫയലുകളൊക്കെ ഈ ആഴ്ച തന്നെ ശരിയാക്കി അയക്കാം സാർ. ജോലി കൂടുതലും ഉണ്ടാ താമസം വന്നത്. അയ്യേ, ഞാൻ പറഞ്ഞു വന്നത് ബാലന്റെ കാര്യമാ. ഞാനിതെങ്ങനെ അങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചിരിക്കുന്നു സാർ. എന്ത് കാര്യം? കല്യാണത്തിന്റെ. അതെ, അത് തന്നെയാണ് ഞാനും പറഞ്ഞു വന്നത്. ബാലന്റെ കല്യാണം ഞാൻ തീരുമാനിച്ചു. അവന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനെതിരെ നിൽക്കണം? മുറപ്പെണ്ണാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ അവന് ഒരേ വാശി. ഈ സാറെന്നുള്ള വിളി നിർത്തണം. മനസ്സിലായില്ല. അവൾ മരിച്ചിട്ട് 10-12 വർഷമായെന്ന് കുമാരിക്ക് അറിയാമല്ലോ. ഇന്നേ വരെ മറ്റൊരു സ്ത്രീയെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ വയ്യ. ഇനി ഒന്നും പറയണ്ട, എല്ലാം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. വലിയ ആർഭാടമൊന്നുമില്ലാതെ നമ്മുടെ വിവാഹം അങ്ങ് നടത്താം. എന്താ? ഗുഡ് ഈവനിങ് സാർ. എന്താ ഇവിടെ ചുറ്റിക്കളി? ഒന്നുമില്ല. ആരാര്? ആരുമല്ല. അനാഥയാ? എന്നാ തോന്നുന്നു. എന്നാ വിളിക്കാം.
എന്താ കൈകൊണ്ട് എന്താ വിളിച്ചതാ എന്താ വിളിച്ചതാ കുട്ടിയോട് വരൂ ഇവിടെ വരൂ ഇവിടെ വരൂ ധൈര്യമായിട്ട് വന്നോളൂ ഇതാരത് UDC UDC-യാ ഇയാളെ മുത്തച്ഛനാ സാറാ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടോ അല്ല ഓഫീസിലെ എടോ തനിക്ക് ഇത്ര പ്രായമായാലോ മൂത്ത് നരച്ചില്ലേ അത് ഞാൻ പറഞ്ഞു. എന്നിട്ട് റോട്ടിലിട്ട് പെൺകുട്ടികളെ ചാടി കളിക്കാ അല്ല ഞാൻ ബസ്സിന് വിടാനേ ആ, കേറ്. കേറു കുമാരി കേറ്. കേറൂ കേറ്. ആ. കേറ്, കേറ്. സാറ് പറഞ്ഞു കേറു ആ ഡോ എന്തോ കേറടോ ആ ഈ കേറിക്കൊണ്ടിരിക്കുകയാണ് കേറു ആ കേറു. അങ്ങോട്ട് കേറ് ആ ഞാൻ കേറും ആ പിന്നിലി ആ കുട്ടി ഇവിടെ ഇരുന്നോളൂ. ആ, കുമാരി കേറും വേണ്ട 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 ഇവിടെ ഇരുന്നാ മതി ഇവിടെ ഇരുന്നോളൂ ആ അവിടെ ഇരുന്നുള്ളൂ ഇരുന്നോളൂ കേട്ടോ ആ ഇരിക്കൂ അതിനെന്താ എവിടെ വീട് ചവറ ചവറ അമ്പട കള്ളൻ കക്കാരെ അറിയിക്കല്ലേ എടാ ഉണ്ണികണ്ണ എന്നെ വിടൂ. ഉണ്ണികണ്ണ ഓടി വാ ഞാൻ കള്ളനല്ല എന്നല്ലേ പറഞ്ഞു. ഓടി വന്ന് നിന്നെ ഞാൻ ആരാ ഇത് പിടുത്താണ് ഇത്? ഉള്ളിലടാടി വെച്ച് അറിയിക്കാ വിടൂ കള്ളൻ. കക്കാരെ വീട്ടിലിട നിന്നെ കള്ളനോ? വീട്ടിലിട. മുത്തശ്ശി, എന്താ ഇത്? പിടി അവിടെ. അയ്യോ ക്ഷമിക്കണം ആളറിയാതെ എന്താ ഇത് ഇരിക്കൂ താങ്ക് യു. എടാ പ്രസിഡന്റ് കള്ളനെ കൈ പിടിച്ചിരുത്തതി അമ്മേ ഈ ഡോക്ടറുടെ അമ്മാവനാണ് ഏ നമ്മുടെ ഡോക്ടറുടെ അമ്മാവനാണെന്ന് ആ, അത് കണ്ടപ്പോഴേ തോന്നി എന്നിട്ടാ ഇങ്ങനെയൊക്കെ ചെയ്തത് ഓട്ടെ സാരില്ല വയസ്സായ ആളല്ലേ ഏ നീ അമ്മയെ എന്താ പറഞ്ഞേ തൊപ്പി എന്റെ എന്താ അമ്മ തൊപ്പി. ഇത് അമ്മ ഇങ്ങോട്ട് വരൂ അവരോട് സംസാരിച്ചിരിക്കട്ടെ ഇതൊരു ബലം പ്രസിഡന്റ് ഇരിക്കും ഓ സിംഗപ്പൂരിൽ എങ്ങനെയാ കൃഷിയൊക്കെ ഉണ്ടോ പിന്നെ അവിടെ രണ്ട് വിളവാ ഓ ഒന്ന് മുണ്ടകനും ഒന്ന് അതുപോലെ വേറെ ഒന്നും അല്ല എത്ര പറ നെല്ല് കിട്ടും അവിടെ ഈ പറക്കണക്കൊന്നുമില്ല തൂക്ക കിലോ കിൻഡല് ടണ്ണ് ഇങ്ങനെ പോവും. ചായ എടുത്തു വെച്ചിരിക്കുന്നു അകത്തോട്ടിരിക്കാം ഓ ചായ എടുത്ത് വെച്ചിരിക്കുന്നു വന്ന അകത്തോട്ട് വരാം ആ പോവാ പോവാ. നിന്നേ നിക്ക് ബാല ബാല എടാ ബാല അത് പിന്നെ എങ്ങനാ ഒറ്റയ്ക്ക് UDC കണ്ട് രണ്ട് വർത്തമാനം പറയാന്ന് വിചാരിച്ചാൽ നിങ്ങൾ സമ്മതിക്കില്ലല്ലോ രണ്ടും അങ്ങോട്ടിക്കോളൂലേ പശ പോലെ മോനെ വേറൊരു വിചാരത്തോടു കൂടിയല്ല മോനെ ഒരു തമാശ അത് മാത്രമേ ഞങ്ങൾക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നു ആ. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട തീർന്നില്ലേ ബാ ഉൽപ്പു ഏ അല്ല നേതാവേ നമുക്കിനി അവനുമായിട്ടുള്ള കമ്പനി വേണ്ട എന്നാലും ഞങ്ങളോട് ഇത് പറയാൻ തോന്നിയല്ലടാ അല്ല വാ അപ്പോഴേക്കും പിടങ്ങിയോ ആ എന്റെ കാര്യം നിങ്ങളോടല്ല വേറെ ആരോടാ പറയുക അച്ഛൻ അവളുടെ പിറകെ കിടന്ന് ശല്യപ്പെടുന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങളോട് കോട്ടെ നാണപ്പാ പാവല്ലേ ദേ വരുന്നു UDC ചെല്ലേ ഞങ്ങൾ ഇനി ശല്യപ്പെടുത്താൻ വരുന്നില്ല ചെല്ലി വേഗം ചെല്ലി ഒരുപാട് നാള് കല്യാണ സദ്യ ഉണ്ടിട്ട് ഈ ചെല്ലി പാല പോ പോ, പോ. കുമാരി അവരൊക്കെ ഇപ്പൊ നമുക്ക് ഫുൾ സപ്പോർട്ടാ എന്നോടൊന്നും പറയണ്ട എല്ലാം ഞാൻ അറിഞ്ഞു മുറപ്പെണ്ണെ കല്യാണം കഴിച്ച് സുഖമായിട്ട് കഴിഞ്ഞോളൂ ഞാൻ ഒരിക്കലും ഒരു തടസ്സമാവില്ല മുറപ്പെണ്ണോ എന്താ ഞാൻ ഇത് ഹായ് ഡോക്ടർ അമ്മാവനല്ലേ അതെ പരിചയപ്പെടാൻ കഴിഞ്ഞില്ല അതിനെന്തെങ്കിലുമൊക്കെ തന്നെ പരിചയപ്പെടല് വരും അതെ കൂട്ടല്ലേ. അല്ല കുമാരി ഒന്നാമത് ഞാൻ ഇവിടെ ഇല്ല ഞാൻ സിംഗപ്പൂർ മലേഷ്യ ഒക്കെ അല്ലേ എങ്ങനെ ട്രാവൽ ചെയ്യും ഈ ഫ്ലൈറ്റ് ആക്സിഡന്റ് കാരണം എനിക്ക് പിന്നെ സ്വന്തമായിട്ട് കപ്പലും വിമാനമൊക്കെ ഉള്ളതുകൊണ്ട് സാരില്ല സാധാരണക്കാരൻ എന്ത് ചെയ്യും സാർ ഉൽപ്പലാക്ഷരം കൂട്ടൻ കാണാൻ വന്നിരിക്കുന്നു ആ അവരോട് വരാൻ പറയൂ നീ അവിടെ നിക്ക് അല്ല ഞാൻ അവിടെ നിക്കടാ ഡോക്ടർ വിളിക്കുന്നു ഉം. സുപ്രഭാതം ഡോക്ടർ ആ നമസ്കാരം ഇരിക്കൂ ഇരിക്കൂ ഇരിക്കൂ, ഇരിക്കൂ, ഇരിക്കൂ. എന്താ
ഒരു സങ്കടം പറയാനുണ്ടായിരുന്നു. പറയൂ. നമ്മളൊക്കെ ചെറുപ്പക്കാരല്ലേ. സത്യം പറഞ്ഞ ഞങ്ങൾക്ക് ഡോക്ടറോട് യാതൊരു വിരോധവും. ആ പ്രസിഡന്റിനോടുള്ള വിരോധത്തിന്റെ പേരിൽ ചില ഈശാപോശയൊക്കെ ഉണ്ടാക്കി എന്നല്ലാതെ പിന്നെ ഫ്രാൻസ്, എനിക്ക് നിങ്ങളോട് വിരോധമൊന്നുമില്ല. നിങ്ങളുടെ കൂടെ ചീട്ട് കളിക്കാനും കവലയിൽ ചുറ്റിത്തിരിയാനും എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. യുനോ, ഹെഡ ഖലന്താറിൽ ഞാൻ ജോലി ചെയ്തിരുന്ന കാലത്ത് അവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടർ DIG ഒക്കെ ആയിരുന്നു എന്റെ കമ്പനി. ഇവിടുത്തെ സ്റ്റാറ്റസ് ഇല്ലാത്ത കുറെ ആൾക്കാരുടെ ഇടയിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി. ഒരു കാര്യം ചോദിച്ചോട്ടെ ഡോക്ടർ, ഈ കറവ പറ്റിയ പശുക്കളെ എന്താ ചെയ്യുക? കട്ട് ചെയ്യണം, എന്താ അറക്കാൻ കൊടുക്കണം. ആ, അതുപോലെ കറവ പറ്റിയ ഒരു പശു അല്ലേ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്? ഉത്തരം മുട്ടിച്ചോളഞ്ഞല്ലോ. ഇതുപോലെ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർ ഇന്ത്യയിലുണ്ടോ? ആരും എഡ്യൂക്കേറ്റഡ്? നാണപ്പൻ പഞ്ചായത്ത് മെമ്പറാ. എന്താ? വാട്ട് ഹാപ്പൻ? വൈ ആർ യു ക്രൈയിങ് ഉൽപ്പൻ? സാർ, ഈ പാവം ഈ പഞ്ചായത്ത് ഉണ്ടായ കാലം മുതൽ ഇതിന്റെ പ്രസിഡന്റ് ആകാൻ കോച്ച് നടക്കുന്ന ആളാ. അതെങ്ങനെ? പ്രസിഡന്റ് പുല്ല് തിന്നത്തുമില്ല, പട്ടിയെ വിട്ട് തീറ്റിക്കത്തുമില്ല. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? അതെ, പ്രസിഡന്റ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ രാവിലെ മുതൽ പഞ്ചായത്തിന്റെ നടക്കൽ ഞങ്ങളൊരു സത്യാഗ്രഹം ആരംഭിക്കാൻ പോവുക. ഡോക്ടർ ആ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തു തരണം. അത് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. സാറ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ നാട്ടുകാരും മൊത്തം മെമ്പർമാരും ഞങ്ങളുടെ കൂടെ ഇങ്ങോട്ട് പോരും. ഓഹോ, അതാണോ കാര്യം? ഈ കരഞ്ഞു കാണിക്കലും നാടകങ്ങളിയും ഒന്നും എന്റെ അടുക്ക വേണ്ട. എടോ, കർമ്മം ചെയ്യണം. ഒന്നുകിൽ കുറെ പുസ്തകങ്ങൾ വായിക്കണം. നോളജ് ഈസ് പവർ. अपने अंधे माता-पिता को कामर में बैठ करते तीर्थ यात्रा चित्र देखा. 1857 മെയ് 10-ാം തീയതി മീററ്റിലെ പട്ടാളക്കാർ ഒന്നടങ്കം വിളകി. ഒരു പെണ്ണിന്റെ പിന്നാലെ റാണി സംയുക്ത യുറേക്ക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിടത്തും കുളിമുറിൽ എഴുന്നേറ്റോടി. ആർക്കമിഡീസ് അശോക ചക്രവർത്തി ചോരമരങ്ങൾ വെച്ച് പിടിപ്പിച്ചു. രാജാറാം മോഹൻ റായ് സതി സമ്പ്രദായം നിർത്തലാക്കി. അങ്ങനെ എന്തെങ്കിലും നിർത്തലാക്കിയിട്ട് നിങ്ങളോട് വരൂ. പ്രസിഡന്റ് ആവാൻ വന്നിരിക്കണം. ബാല, എന്താടാ അവിടെ? ഞങ്ങൾ ഇവിടെ ഒരു സൊസൈറ്റി രൂപീകരിക്കുന്നതിന്റെ ചീ, വീട്ടിൽ പോടാ. അച്ഛൻ പോടാന്ന് എപ്പോഴും ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. നീ ഈ പാറകളുടെ കൂടെ കൂടി നശിക്കും. വൃത്തികെട്ടവൻ. ആ, ഭൈരവ, ആരാ വന്നത്? എന്താ? അമ്മാവനെന്ന് പറഞ്ഞ ആരോ ഒരുത്തൻ വന്നു അറിഞ്ഞു. ആരാ? തനിക്കിപ്പോ എന്താ വേണ്ടേ? ഒരു കാര്യം ഞാൻ പറയാം. തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഞാനാ. തന്റെ പുറകെ വല്ല കള്ളനെയും പിടിച്ചു പറിക്കാരനെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചാലുണ്ടല്ലോ. താൻ എന്നെ ഇവിടെ കൊണ്ടുവന്നത് തന്റെ നിലനിൽപ്പിന് വേണ്ടിട്ടാ. എന്നെ കാണാൻ പലരും വരും, പോവും. അതൊന്നും താൻ അന്വേഷിക്കണ്ട. ഒന്ന് പോടുന്നു. അല്ല, അയാൾ ആരാണെന്ന്? അയാൾ എന്റെ അച്ഛനാ. തനിക്ക് വേണോ കുറച്ച് ദിവസത്തേക്ക്? ഒന്ന് പോടുന്നു. മനുഷ്യരുടെ പ്രാന്ത് പിടിച്ചിരിക്കും. ആരാ വന്നേ? അവന്റെ അമ്മേനെ ഞാൻ എവിടെയാ കട്ടെടുത്ത സാധനങ്ങള്? കട്ടെടുത്ത സാധനങ്ങൾ എവിടെയാണ്? എന്ത് സാധനം? ഒന്നും അറിഞ്ഞില്ലല്ലേ? കഴുത്തുനിന്ന് വിടറ. എന്താന്ന് വായിച്ചു നോക്കടാ. വായിച്ചു നോക്ക്. തലക്കെട്ട് വായിച്ചില്ലല്ലോ, അപ്പോഴേക്ക് മേടിച്ചോ? താഴോട്ട് വായിച്ചില്ലല്ലോ. മോഷണ ശ്രമേ നടന്നിട്ടുള്ളൂ, അപ്പോഴേക്ക് ഞാനാണെന്ന് മനസ്സിലാക്കിയല്ലേ? ജനലി വളച്ച് അതിനകത്തൂടെ നൂണ്ട് കയറാൻ നീയല്ലാതെ കാര്യമായിട്ടൊന്നും തടഞ്ഞില്ല. അപ്പോഴേക്ക് അവർ ഉണർന്നുപോയി. തടി കൊണ്ട് രക്ഷപ്പെട്ട ഭാഗ്യം. എടാ കഴിവേരുടെ മോനെ, അവര് നിന്നെ കണ്ടു കാണും. നിന്നെ തപ്പി ഏത് നിമിഷവും പോലീസ് ഇവിടെ എത്തും. ഇരുട്ടുന്നതിന് മുമ്പ് നീ ഇവിടെ നിന്ന് പോണം. എന്നെ കണ്ടാൽ നേരത്തോടെ അവരെന്നെ പൊക്കിയേനെ. പരിചയമുള്ള ആൾക്കാരല്ലേ. അഥവാ വരട്ടെ, അവര് തന്നെയും പൊക്കും. ഒരു വെടിക്ക് 2 പക്ഷി വേണ്ട. ഒരു വെടിക്ക് 2 പക്ഷിയുടെ ആവശ്യം ഇപ്പിരായിട്ടില്ല. ഒരു പക്ഷി മതി. മതി. ആ പക്ഷി നീ അയക്കോ. എന്താ ആ പക്ഷി നീ അയക്കോന്ന്. എടാ വേലായുധം കുട്ടി, ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അവസാനത്തെ സമയമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതിന് നീയായിട്ട് നീ കുഴപ്പം വരുത്തിയാൽ നിന്നെയും കൊല്ലും, ഞാനും ചാവും. കയറ് മുറുക്കെ പിടിച്ച ആന്ത്രാസേ, രണ്ടിലൊന്നും അറിയണം. ധൈര്യമായിട്ട് വാ. ആർക്കറിയാം, ചിലപ്പോ ഈ കണ്ണ് കാരണമായിരിക്കും പ്രസിഡന്റ് കസേര തെറിക്കാൻ പോണത്. പ്രസിഡന്റിന്റെ ബോഫേഴ്സ് ഈ കന്നുകുട്ടി ആയിരിക്കും. അങ്ങോട്ട് നടക്കിടാതെ. കൊണ്ടുവാ. അവിടെ നിർത്ത്. എന്താ? കിടാവിനോടാണോ? ഞാൻ നാൽക്കാലികളോട് സംസാരിക്കാറില്ല. എന്നാ ഞങ്ങള് സംസാരിക്കാറുണ്ട്. താൻ കാര്യം പറയടോ. കണ്ടില്ലേ, ആ ഡോക്ടർ ചികിത്സിച്ച് ഈ പരുവത്തിലാക്കി. ഡോക്ടറുടെ ചികിത്സക്ക് എന്താ ഒരു കുറവാ? കുത്തിവെച്ച് ഈ കിടാവിന് വാദം വന്നു. അയാള് പ്രസിഡന്റിന്റെ പശുവിനെ നേരെ ചൊവ്വേ നോക്കുമായിരിക്കും. പക്ഷെ നാട്ടുകാർക്കാളെ മതിയായി. അത് പറയാം. നീ അയാളെ ഇവിടുന്ന് പറഞ്ഞു വിടണം. പകരം വേറെ ഡോക്ടറെ കൊണ്ടുവരണം.
ഒരുത്തരെ കൊണ്ടുവന്ന പാടം എനിക്കറിയാം. പോയി പഴി നോക്കണോ. ഒന്നുകിൽ അയാൾ ചികിത്സിച്ച് ഭേദമാക്കട്ടെ, അല്ലെങ്കിൽ ഇത് ഈ മുറ്റത്ത് നിന്ന് ചാവട്ടെ. മുറ്റത്ത് നിന്ന് ചാകാൻ ഇതെന്താ പഞ്ചായത്ത് തൊഴുത്താണോ? കേട്ടില്ലേ, ഈ പഞ്ചായത്ത് തന്നെ ഒരു പശുത്തൊഴുത്താക്കിയ ആളാ. എരപ്പേ, ഈ മുറ്റത്ത് വന്ന് എന്തും പറയാവുന്നായോ? ആണുങ്ങളെ പോലെ അങ്ങോട്ട് ചവിട്ടി ഇറക്ക് പ്രസിഡന്റ്. മിണ്ടാണ്ടിരുന്നല്ലേ ചൂല ഈ മുറ്റത്ത് കിടന്ന് പുഴുത്ത് ചാവന്റെ കിടാവേ. എന്റെ ഭഗവതി, തിരുമുറ്റത്ത് വന്നു പ്രാഗ്ന കണ്ടില്ലേ? നീ മുറ്റത്തിറങ്ങി ചാവണ്ട, അകത്ത് പോയി മെത്തേലോട്ട് കിടന്ന് ചാവ്. അയ്യോ, എന്റെ പ്രസിഡന്റ്, ഇത് എന്താ ഇത്? ഈ വയസ്സുകാലത്ത് വഴക്കിട്ട് പോകണ്ടെന്ന്. ആ തള്ളക്കിട്ടൊരു ചവിട്ടോട്. ഇറങ്ങടാ. പ്രഥമ വരുന്ന മര്യാദ പാലിക്കണം. പ്രഥമമാണ് നിന്റെ വീട്ടില്. പൊയ്ക്കോ. അവന്റെ ഒരു എടുത്താ പൊക്കത്തെ കിടാവ്. പൊയ്ക്കോ. തൽക്കാലം ഞങ്ങൾ ഇതിനെ കൊണ്ടുപോകുന്നു. പക്ഷെ ഓർത്തോ, പ്രസിഡന്റിനെതിരെയുള്ള ഞങ്ങളുടെ സമരം ആരംഭിച്ചു കഴിഞ്ഞു. കണ്ടു കാണിക്കാം. ഇവളോടാ. ഇങ്ങനെ വാമേ.